ഹലോ ഹായ്. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് യാത്രയാണ് കേട്ടോ. ബസ്സിൽ തിരക്ക് കുറവായിരുന്നു, പക്ഷേ ട്രെയിനിലോ ഹമ്പോ ഇത്രയും തിരക്കോ. ഞങ്ങൾ ഞായറാഴ്ച പോയിട്ട് ഇത്രയും തിരക്കുകൾ. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇറങ്ങി സ്ഥലവും പിടിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടന്നു. നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു അവിടെ കാണാൻ. നിങ്ങൾക്കും അത് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. വഴിയിലെല്ലാം അമ്മയുടെ രൂപങ്ങളായിരുന്നു. എന്താ ഭംഗി! എത്ര നല്ല രസമായിരുന്നു അവിടെ എല്ലാം കാണാൻ. ഒരുപാട് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. അമ്മയുടെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് 41 തേരും അതിൻ്റെ ഫ്ലോട്ടും അതിൻ്റെ ശിങ്കാരി മേളവും താമ്പോലവും എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇതെല്ലാം കാണാൻ. നിങ്ങൾക്ക് വേണ്ടിയും ഇത് ഞാൻ ഷെയർ ചെയ്യുന്നു. പിന്നെ ഒരുപാട് നേരം നടന്ന് വഴിയൊക്കെ തെറ്റിപ്പോയി കേട്ടോ. എന്നാലും തിരിച്ച് ഞങ്ങൾ വഴിയെല്ലാം കണ്ടുപിടിച്ച് നല്ല രസമായിരുന്നു. തേരിൻ്റെ കൂടെ എല്ലാം ഞങ്ങൾ നടന്നു. എങ്ങനെയെങ്കിലും ഒക്കെ യാത്രയായി കേട്ടോ. ഒരു രക്ഷയില്ല. എന്താ ഭംഗി! എല്ലാം കാണാൻ തിരക്കും ഡാൻസും ബഹളവും ഒന്നും പറയാനില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പോയി നടന്നു പോയി കാണാൻ എന്ത് രസമാണ്. അല്ലാതെ സമയത്ത് പോയി പൊങ്കാലയിടുമ്പോഴുള്ള രസമൊന്നുമില്ല. അവിടെ വഴിയോര കച്ചവടക്കാരെ കാരണം തിരക്ക്, കാലുകുത്താൻ പോലും സ്ഥലമില്ല. എന്നാലും ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിരുന്നു ഇതെല്ലാം. ഒരുപാട് കച്ചവടക്കാർ, പല പല സാധനങ്ങൾ, എന്തൊക്കെയാണ് മേടിക്കണമെന്ന് കൂടെ നമുക്കറിഞ്ഞൂടാ കേട്ടോ. തിരക്കിനിടയിൽപ്പെട്ട് അതും ഇതും എല്ലാം നോക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ പോയി. തിരിച്ചു വന്നപ്പോഴത്തേന് കടയെല്ലാം ക്ലോസ് ചെയ്ത് ഗൈസ്. എങ്കിലും കുഴപ്പമില്ല, അമ്മയെ കാണാൻ തിരക്ക്. വൻ ജനാവലി തന്നെ. എത്ര നേരം ക്യൂ നിന്നെന്നറിയാൻ പോലും വയ്യ. പക്ഷേ ഞങ്ങൾ 11:30 ക്യൂ നിന്നിട്ട് 2:30 തൊഴുതിറങ്ങിയപ്പോൾ. എന്നാലും പറയാം, ഒരു രക്ഷയില്ല. അമ്മയെ നല്ല രീതിയിൽ തന്നെ കണ്ടു തൊഴുതു. അമ്മയെ നല്ല രീതിയിൽ തന്നെ കണ്ടു. എന്നാലും തിരക്ക് കൊഴിഞ്ഞിട്ടൊരു കുഴപ്പമില്ല. താമ്പോലത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എങ്ങനെ പോയെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവിടെ ചെന്നപ്പോഴോ 41 തേര്. ഈ 41 തേരും അമ്മയുടെ മുമ്പിൽ ആറാടിച്ചിട്ടേ ഭക്തജനങ്ങൾക്ക് മുമ്പിൽ കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ ആ ക്യൂവിലെല്ലാം നിന്നു. അമ്പലത്തിലെ ലൈറ്റ് സെറ്റുകൾ സൂപ്പറായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്താ ഭംഗി! ഞങ്ങൾ നാരങ്ങകളൊക്കെ കത്തിക്കണമെന്ന് വിചാരിച്ചൊക്കെയാണ് ഞങ്ങൾ പോയത്. പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേന് അമ്പലം അടച്ചത് കാരണം ഇനി വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നിരാശയോടെ ഞങ്ങൾ മടങ്ങി. അവിടുന്ന് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. ദൈവമേ, 3 മണിക്ക് നിന്ന ക്യൂവാ. തൊഴുതിറങ്ങിയതോ 7, 7:30, 8 മണിയായി. എങ്ങനെ ഭയങ്കര തിരക്ക്. എങ്ങനെ ഇത്രയും ആൾക്കാർ ഇടികൂടി എങ്ങനെ നിന്ന് തൊഴുവാൻ വരുന്നതെന്ന് അറിയാൻ വയ്യ.